പോലീസ് നിങ്ങൾക്കെതിരെ ഒരു വ്യാജരേഖ സമർപ്പിച്ചു കഴിഞ്ഞാൽ അത് എങ്ങനെ നേരിടണമെന്നുള്ള ഒരു സുപ്രധാന വസ്തുതയാണ് നിങ്ങളോട് പറയാൻ പോകുന്നത്. ഒരു കേസിൽ FIR രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പോലീസ് അതിൻ്റെ അന്വേഷണം നടത്തി അതിൻ്റെ ഒരു ഫൈനൽ റിപ്പോർട്ട് കോടതിയിൽ കൊടുക്കണം. ഈ ഫൈനൽ റിപ്പോർട്ടുകളിലാണ് നമുക്കെതിരെയുള്ള എവിഡൻസുകൾ പോലീസ് കളക്ട് ചെയ്ത് കോടതി സമർപ്പിക്കുന്നത്. ഈ സമയത്തായിരിക്കും ഈ ഫൈനൽ റിപ്പോർട്ടിന്റെ കോപ്പികൾ നമുക്ക് കിട്ടുന്നത്. ആ ഫൈനൽ റിപ്പോർട്ടിൽ നമുക്കെതിരെയുള്ള എല്ലാ തെളിവുകളും ഉണ്ടായിരിക്കും. അതിൽ പലതും വ്യാജമായിട്ടുള്ളതും ഉണ്ടായിരിക്കും. വ്യാജമായിട്ടുള്ള തെളിവുകൾ ഉണ്ടെങ്കിൽ നമുക്കത് നേരിടാനുള്ള പ്രധാന മാർഗം എന്ന് പറയുന്നത് ആ വ്യാജരേഖയുടെ നിജസ്ഥിതി കോടതിയെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. അതിന് പല മാർഗങ്ങളുണ്ട്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ക്രോസ് എക്സാമിനേഷൻ. അതായത് നമ്മുടെ ഭാഗം വക്കീല് ഈ പ്രോസിക്യൂഷൻ എവിഡൻസ് കൊണ്ടുവന്ന പോലീസ് ഉദ്യോഗസ്ഥനോ മറ്റ് എക്സ്പേർട്ടുകളെയോ സാക്ഷിക്കൂട്ടിൽ നിർത്തി നമുക്ക് ഓരോരോ ചോദ്യങ്ങൾ ചോദിച്ച് അതിൻ്റെ ജെന്യൂനിറ്റി താർക്കാനായിട്ട് സാധിക്കും. നമ്മൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. ഞാനൊരു ഉദാഹരണത്തിലൂടെ പറയാം. നടിയെ ആക്രമിച്ച കേസ്. അതിൽ ദിലീപ് എന്ന് പറയുന്ന നടന് നടിയെ ആക്രമിക്കുന്നതിന് കൊട്ടേഷൻ കൊടുക്കുകയും ദിലീപ് ഗൂഢാലോചന നടത്തി എന്നുള്ളതാണ് പറയുന്നത്. ഗൂഢാലോചന നടത്താനായിട്ട് പൾസർ സുനി എന്ന് പറയുന്ന ഒരു ക്രിമിനലിനെ ദിലീപ് കൂട്ടുപിടിച്ചു എന്നാണ് പ്രോസിക്യൂഷൻ കേസ്. അവിടുത്തെ ലോക്കൽ ഗുണ്ടകളുമായിട്ട് സിനിമാക്കാർക്ക് ഒരു പ്രശ്നം ഉണ്ടായെന്നും സുനിൽകുമാർ എന്ന് പറയുന്ന ഗുണ്ട അത് അയാളുടേതായ രീതിയിൽ ഇടപെട്ട് അത് പരിഹരിക്കുകയും അങ്ങനെ സിനിമാ സെറ്റിലുള്ളവർക്കെല്ലാം ഒരു കണ്ണിലുണ്ണിയായി ഈ സുനിൽകുമാർ മാറുകയാണ്. അതായത് പൾസർ സുനി മാറുകയാണ് എന്നാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. ഇത് കണ്ട് മനസ്സിലാക്കിയ ദിലീപ് പൾസർ സുനിയുമായിട്ട് കൂട്ടുകൂടുകയും ഈ നടിയെ ആക്രമിക്കാനുള്ള ഒരു കൊട്ടേഷൻ ദിലീപ് സുനിൽകുമാറിന് കൈമാറുകയുമായിരുന്നു എന്നാണ് പ്രോസിക്യൂഷൻ കേസ്. അപ്പോൾ 54ാമത്തെ വൗച്ചർ എഴുതിയിരുന്നത് മുകേഷിന്റെ വീട്ടിലെ ഗുണ്ട 3000 രൂപ, കൈനകരി പള്ളിയിലെ അച്ഛനും പിള്ളേർക്കും കൂടി 4500 രൂപ, സുനിൽകുമാർ ഗുണ്ട 650 രൂപ. അതായത് ഈ വൗച്ചറിൽ എഴുതിയിരുന്നത് അന്ന് ആ സിനിമയിൽ അഭിനയിച്ച ജൂനിയർ ആർട്ടിസ്റ്റുകൾക്കുള്ള പേയ്മെന്റിന്റെ വിവരങ്ങളായിരുന്നു. ഇതിൽ സുനിൽകുമാർ എന്ന് പറയുന്ന ആള് ഒരു ഗുണ്ടയായിട്ട് അഭിനയിച്ചതിന്റെ 650 രൂപയാണ്. അപ്പം ഈ വൗച്ചറിലുള്ള സുനിൽകുമാർ എന്ന് പറയുന്ന പേര് പൾസർ സുനിയുടേതാണോ എന്ന് കോടതി ചോദിച്ചപ്പോൾ അത്തരത്തിലൊരു യാതൊരു അന്വേഷണവും നടത്തിയിട്ടില്ല എന്ന് പറയുന്നു. കോടതി പറഞ്ഞിരിക്കുന്നത് ഇറ്റ്സ് എ ഷെയിംലെസ് ഇൻവെസ്റ്റിഗേഷൻ എന്നാണ്, നാണം കെട്ട അന്വേഷണം എന്നാണ്. ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കണമെങ്കിൽ ഇന്ത്യൻ ജുഡീഷ്യറിയെ കോടതിയെ അവർ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതല്ല പോലീസ്, ഇതായിരിക്കരുത് പോലീസ്.